നമസ്കാരം സാർ. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ ഈ താടിക്കോയ സാറിനെ കാണാൻ വേണ്ടി വന്നതാ. താടിക്കോയ സാറ്. അങ്ങനെ ഒരു സാർ ഇവിടെ ഇല്ല. അല്ല, ഇതിപ്പോ മറ്റേ ഈ ഗവൺമെന്റ് ഓഫീസല്ലേ? എടോ, കണ്ടിട്ടൊരു ഗവൺമെന്റ് ഓഫീസെന്ന് കരുതില്ലേ? തനിക്ക് എന്താ അൺഡിഫക്റ്റ് ആണെന്നാണോ വരുന്നത്? എന്റെ വയറിങ്ങിന്റെ ഒരു പയ്യനെ ഈ താടിക്കോയ സാറിനെ വന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ആ, വയറിങ്ങിന്റെ ആളാണില്ലേ? അതെ അതെ. നമ്മുടെ കോയ സാറിന്റെ ആ 3 നില കെട്ടിടം വയർ ചെയ്യുന്നത് നിങ്ങളായിരിക്കും അല്ലേ? അതെ. അല്ല, കോയ സാറ് വീട് പണിയുന്നത് 3 നില കെട്ടിടമാണോ? അതെ. ഓഹോ, അങ്ങനെയാണോ? സാറേ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഓ, എടാ ലോലിത, താടിക്കോയ സാർ എന്നെ ഓഫീസിൽ വിളിപ്പിച്ചത് സാറിന്റെ 3 നില കെട്ടിടത്തിന്റെ പണി എനിക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ്. എന്റെ പേപ്പറിൽ ഒപ്പിട്ട് തരാത്ത യൂണിയൻകാര് ഇതറിയുമ്പോ ഞെട്ടും. എടാ ഒരു വയറിൽ കറണ്ട് ഇല്ലെങ്കിൽ അടുത്ത വയറിൽ നിന്ന് കറണ്ട് വലിക്കുന്നവനാടാ ഞാൻ. ഇല്ലെങ്കിൽ വലിപ്പിക്കും. ഓ, നിർത്തിക്കേ. സോറി, കട്ട് ചെയ്തു. കുറെ നേരം ആയല്ലോ ഈ സർക്കാർ ഓഫീസിൽ വന്നിരുന്ന് വലിപ്പിക്കും എന്നൊക്കെ പറയുന്നത്. എന്താ എനിക്ക് വേണ്ട? ഒന്നുമില്ല സാർ, ഞാൻ കോയ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇതൊരു ഓഫീസാണ്. ഓ, അത് മനസ്സിലായി. എനിക്ക് ഫോൺ ചെയ്യണമെങ്കിൽ ഇത്ര ഒച്ചത്തിലൊക്കെ പുറത്ത് പോയി സംസാരിച്ചിട്ട് വരണം. അല്ല, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. താൻ പിന്നെ ഇവിടെ വന്നിരുന്ന് ഫോണിൽ വലിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പുറത്ത് ആൾക്കാർ കേട്ടാ ഞങ്ങൾക്ക് അതിന്റെ ചീത്തപ്പേര്. തനിക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് താടിക്കോയ സാറിനൊന്ന് കാണണം. എന്താ അതിന്റെ പേര്? പേര് സത്യശീലൻ. ഞാനൊരു ഇലക്ട്രിക് കോൺട്രാക്ടറാണ്. പയർ സത്യശീലൻ. എന്ത് സത്യശീലൻ? പയർ സത്യശീലൻ വലിയ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാ. പയർ സത്യശീലൻ എന്ന് പറഞ്ഞാലേ അറിയൂ അല്ലേ? വലിയ മനുഷ്യരാ. ട്രാൻസ്ഫോമറിൽ നിന്ന് വരെ വയർ വലിക്കും ആള്. പക്ഷേ ലൈസൻസ് ഇല്ല. അത് ശരി. ഞാനിവിടെ വന്നത് ഈ ലൈസൻസും കൂടെ അങ്ങ് എടുത്തോണ്ട് പോവാനാ. ഈ പറഞ്ഞ ലൈസൻസ് ഞങ്ങൾ അങ്ങോട്ട് തന്നില്ലെങ്കിലോ? 10-12 വർഷം ഗൾഫിൽ വയറിംഗ് ജോലി ചെയ്ത ആളാണ് ഞാൻ. അവിടുത്തെ ഒരു അറബി എന്നോട് ലൈസൻസ് ചോദിച്ചിട്ടില്ല. പയർ സത്യശീല, ലൈസൻസ് ഇല്ലാത്ത താൻ കണക്ട് ചെയ്ത എല്ലാ വീട്ടിലെ കണക്ഷനും ഞങ്ങൾ കട്ട് ചെയ്യും. അതൊക്കെ അങ്ങനൊക്കെ തന്നെ പറ്റുള്ളൂ. പോയി കേസോട്ടെ. രണ്ടെന്താ ഞാൻ ഒന്നും പറയണ്ട. ഒന്നത്തെ ദിവസം തന്നെ ശരിയല്ല. രാവിലെ തന്നെ ഒരു ഹംക്ക് വീട്ടിൽ കയറി വന്നിട്ട് പറയണ ഓന്റെ വീട്ടില് ഇത് ലൈറ്റ് ഇല്ലാത്ത. അതിന് ഞാൻ എന്താണ് ഓന്റെ വീട്ടില് ലൈറ്റ് ഇല്ലാത്തതിന്? ബോർഡുകാരുടെ പണി എന്താണ്, നമ്മുടെ പണി എന്താണ് ഓൻ അറിയണ്ടോ? വിവരില്ല. അതെ, നാട്ടുകാർക്ക് വിവരില്ല. അതല്ലേ ഇതേമാതിരി ബൾബ് കത്തണില്ല, അതിന് വന്നതാ. ഈ ഫിലമെന്റ് ഒക്കെ ഉള്ള കേസ് തന്നെയാണോ? നോക്കന്നെ വേണം സാറേ. സാറൊന്ന് നോക്കി നോക്ക്. അതെ സാറേ, ഞാൻ ഈ കോയ. നിങ്ങളും കോയാണ്? നിന്റെ പേര് കോയാന്നാണ്? അല്ലല്ല, ഞാൻ സത്യശീലൻ. ഞാൻ ഈ താടിക്കോയ സാറിനെ കാണുമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ധാരപ്പോ മൂപ്പർക്ക് ഇത് പറഞ്ഞു കൊടുത്തത് അതെല്ലാവർക്കും അറിയാലോ. ആർക്കായി ശരി. അല്ല, സാറിനെ കാണാൻ എങ്ങനെയെന്ന് വെച്ചപ്പോ താടി വെച്ച ആളാന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞേ അങ്ങനെ ഇപ്പൊ ഒരാള് താടി വെച്ചു വെച്ചെങ്കിൽ താടി കോയ, മുടി വളർത്തിയവർക്ക് മുടി കോയ. പെട്ടെന്ന് അറിയാം. അല്ലല്ലോ അതിന്റെ ഒരു രീതി. ആയിക്കോട്ടെ, ഇതിലാട്ടോ വരുന്ന